കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 25-ന് മാനവീയം ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2007 മുതൽ തൃത്താല ബ്ലോക്കിലും പരിസര പ്രദേശങ്ങളിലുമായി സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് അവശർക്കും നിരാലംബർക്കും അശരണർക്കും കിടപ്പ് രോഗികൾക്കും ആലംബമായി പ്രവർത്തിച്ചു വരുന്ന ആതുര സേവന സന്നദ്ധ സംഘടനയാണ് കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ. നാളിതുവരെ 4500ഓളം രോഗികൾക്ക് പരിചരണം നൽകിയിട്ടുണ്ട്. ഇവരിൽ അന്ത്യകാല പരിചരണം ലഭിച്ച 3757 രോഗികൾ ഇന്നില്ല. 2020-ൽ 90 വാഹനങ്ങളിലായി 1200 രോഗികളുടെ ഗൃഹസന്ദർശന പരിപാടി നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ജനുവരി 25-ന് അന്ത്യകാല പരിചരണം ലഭിച്ച ദിവംഗതരായ 3757 രോഗികളുടെ വീടുകൾ 300 വാഹനങ്ങളിൽ 1000 സന്നദ്ധ സേവകർ ഏകദിന ഗൃഹസന്ദർശനം നടത്തുന്നത്. ചാലിശ്ശേരി മുരയമ്പറമ്പ് ക്ഷേത്ര മൈതാനിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഫ്ലാഗ് ഓഫ് നടക്കും. തുടർന്ന് തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ രോഗികളുടെ വീടുകളിലേക്ക് വളണ്ടിയർമാർ രോഗികൾക്ക് ലഭ്യമായ പരിചരണത്തെ കുറിച്ച് വിലയിരുത്തുന്നതിനായി എത്തും. പരിചരണം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുക എന്നുള്ളതുമാണ് മാനവീയം ലക്ഷ്യം വെക്കുന്നത്. ഹോം കെയർ ഓഡിറ്റിന് ശേഷം നിലവിൽ രാത്രി 10 മണി വരെ നടക്കുന്ന ഹോം കെയർ ഫെബ്രുവരി മാസം മുതൽ 24 മണിക്കൂറും പരിചരണം ലഭ്യമാക്കുകയാണ്. അതിന് മുന്നോടിയായാണ് നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിന്റെ നേരാവകാശികളായ രോഗികളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതീക്ഷ രക്ഷാധികാരി ഡോക്ടർ വി സേതുമാധവൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PR വിജയരാഘവൻ, അനിയൻ, പ്രദീപ് ചെറുവാശ്ശേരി, S സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ വീട്ടിലെ ഒരു രോഗി രോഗം പൂർണ്ണ ഭേദമാവുകയോ അല്ലെങ്കിൽ രോഗി മരണത്തെ ആശ്ലേഷിക്കുകയോ ചെയ്യുന്നതോട് കൂടിയിട്ട് വീണ്ടും ഈ പാലിയേറ്റീവ് കെയർ രംഗത്തെ പറ്റിയിട്ടോ ആതുര പരിചരണത്തെ പറ്റിയിട്ടോ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നുള്ളതാണ്. പാലിയേറ്റീവ് രംഗം ഇന്ന് നേരിടുന്ന കടുത്ത പ്രതിസന്ധി സാമ്പത്തികത്തിനേക്കാൾ കൂടുതൽ സന്നദ്ധ സേവകരുടെ കമ്മിയാണ്. അപ്പൊ ഇത്തരം സന്ദർശനങ്ങളിൽ കൂടി 3757 വീടുകളിൽ നമ്മുടെ പരിചരണം ലഭിച്ചവരെ, അവരുടെ ആശ്രിതരെ ഒന്നുകൂടി ഉദ്ബോധിപ്പിച്ച് പാലിയേറ്റീവ് രംഗത്തെ സന്നദ്ധ സേവന രംഗത്തേക്ക് കൂടി അവരെ വിളിക്കുക, അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ നടത്താനും കൂടി ഒരു ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഒരു പരിചരണം ലഭിച്ച ഇന്ന് ഭൂമുഖത്തില്ലാത്ത ഒരു രോഗിയുടെ വീടുകളിൽ എന്തിന് സന്ദർശിക്കുന്നുവെന്ന്. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു പരസ്യമാണോ എന്ന് 1-2 പേരെന്നോട് ചോദിക്കുന്നുണ്ടായി. അതല്ല അതിന്റെ ഉദ്ദേശം. ഇത് വളരെ വ്യക്തമായിട്ട് ജനമനസ്സുകളിലേക്ക് എത്തണം. പാലിയേറ്റീവ് പരിചരണം ഓരോ രോഗിയുടെയും അവകാശവും അത് ചെയ്യേണ്ട ബാധ്യതയും കടമയും ഉത്തരവാദിത്വവും ധർമ്മവും നമുക്കുള്ളതുമാണ് എന്നുള്ളത്. പ്രദേശങ്ങളിലും വളരെ സജീവമാണ്. നിരാലംബരായവര്, അവശരായവര്, രോഗികള്, ഉപേക്ഷിക്കപ്പെട്ടവര്, അവഗണിക്കപ്പെട്ടവര് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആരിൽ നിന്നും ഒരു പരിരക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് ഒരു രീതിയിലുള്ള ധനസഹായവും അല്ലെങ്കിൽ ഒരു പൈസയും വസൂലാക്കാതെ വളരെ നിസ്വാർത്ഥമായിട്ട് സാമൂഹ്യ സേവന ആതുര പരിചരണ രംഗത്തുള്ള ഒരു സംഘടനയാണ് കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി. അതിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ നടത്തി വരുന്നുണ്ട്. തൃത്താല ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിലും സമീപ പ്രദേശത്തെ ചില പഞ്ചായത്തുകളിലെ ചില രോഗികളും പ്രതീക്ഷയെ ആശ്രയിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ 17 വർഷം. കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ഇത് കൂടാതെ തന്നെ പുനരധിവാസ കേന്ദ്രം, അവിടെ അരയ്ക്ക് താഴെ തളർന്നവർക്കുള്ള പുനരധിവാസ പരിപാടികൾ, കഴുത്തിന് താഴെ തളർന്നവർക്കുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സും ഫിസിയോതെറാപ്പി, സൗജന്യ ഫിസിയോതെറാപ്പി, അനാഥരെ, വൃദ്ധരെ, ഡെസ്റ്റിറ്റ്യൂട്ട്സിനെ സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും പോലീസൊക്കെ റോഡരികിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും കിട്ടുന്നവരെ കൊണ്ടുവന്നാക്കുന്ന അവരെ സംരക്ഷിക്കുന്ന വൃദ്ധസദനം, പിന്നെ നിത്യേന 5 വാഹനങ്ങളിലായിട്ട് രാത്രി കൂടി ഉൾപ്പെടുന്ന, രാത്രി 10 മണി വരെ കൂടി ഉൾപ്പെടുന്ന ഹോം കെയർ ഗൃഹസന്ദർശന പരിചരണ പരിപാടി. ഇത് ഇത്രയും ഈ കാലയളവില് അന്ത്യകാല പരിചരണം മാത്രം നേടിയ 4400-4500 രോഗികൾ കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അന്ത്യകാല പരിചരണം ലഭിച്ച് സമാധാനമായ മരണം വരിച്ച 3757 രോഗികളും ഈ 3757 ദിവംഗതരായ രോഗികളുടെ വീടുകളില് അവരെ ആശ്രയിച്ചവരില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ ഒരു ഏകദിന ഗൃഹസന്ദർശന പരിപാടി ഒരുക്കി ജനുവരി 25-ന് ചാലശ്ശേരി മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലത്ത് 9 മണിക്ക് 300ഓളം വാഹനങ്ങളിലെ 1000-ലധികം സന്നദ്ധ സേവകരും പരിശീലനം സിദ്ധിച്ച
നഴ്സുമാരും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലും സംരക്ഷണത്തിലും അത് എല്ലാവരെയും ചെന്ന് ആ വീടുകൾ സന്ദർശിച്ച് നേരിട്ട് നമ്മൾ നടത്തിയ സേവനത്തിലെ പോരായ്മകളും കുറവുകളും കണ്ടെത്തി അവയെ ക്രോഡീകരിച്ച് ഇനി വരുന്ന സേവനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഒരു ശ്രമമാണ് മാനവീയം 2025 എന്ന പേരിൽ ജനുവരി 25 ചാലശ്ശേരി മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലത്ത് 9 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഉദ്ദേശം പലപ്പോഴും നമ്മുടെ